ഈ വർഷത്തെ സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചു. ഭ്രമയുഗം എന്ന സിനിമയിലെ വളരെ മികച്ച അഭിനയത്തിന് നമ്മുടെ മമ്മൂട്ടിക്കാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. ആ ഒരു അഭിനയത്തിന്റെ മികവിന് മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കിട്ടിയതിൽ ആർക്കും ഒരു എതിരഭിപ്രായവും വരാൻ സാധ്യതയില്ല. മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടുന്നതിൽ എന്തോ ഒരു വിരോധം പോലെയാണ് ദേശീയ അവാർഡ് കമ്മിറ്റികൾക്കൊക്കെ ഉള്ളത്. മോഹൻലാലിന് ദാദാ ഫാൽക്കെ പുരസ്കാരം കൊടുത്ത ആ ദിവസം തന്നെ മമ്മൂട്ടിയുടെ മകന്റെ ഒക്കെ വീട്ടിൽ റെയ്ഡും നടത്തിയത് നമുക്ക് ഓർമ്മയുണ്ട്. എന്താണെന്നറിയില്ല, ആ ദിവസം തന്നെ തെരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം പോട്ടെ. ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞത് 1000 കവിക്ക് അരവേടൻ. എന്തുകൊണ്ടും അദ്ദേഹത്തിന്റെ വരികളെ നമ്മൾ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. തെളിയിക്കപ്പെടാത്ത കുറെ ആരോപണങ്ങളുടെ പേരിൽ അവാർഡും ഒന്നും കൊടുക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നരേന്ദ്രമോദിക്കും കിട്ടാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹം ശൈശവ വിവാഹമായിരുന്നെന്നും ഭാര്യ ഇപ്പം കൂടെ ഇല്ലെന്നും ഡിവോഴ്സ് ആയിട്ടില്ല എന്നും ഒക്കെ ഉണ്ട്. പുള്ളിയുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ ഇപ്പോഴും വ്യാജ സർട്ടിഫിക്കറ്റ് ആണ് ഉപയോഗിക്കുന്നതും ഒക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പുള്ളി ഒരു അവാർഡും വാങ്ങാൻ പാടില്ലല്ലോ നരേന്ദ്രമോദി. പുഷ്പയ്ക്കൊക്കെ അവാർഡ്, അല്ലു അർജുനൊക്കെ അവാർഡ് കൊടുത്തവരും വാങ്ങിയവരും ആ സമയത്ത് കൈയടിച്ചവരും ഒക്കെയാണ് ഇന്നിപ്പം വേടനെതിരെ വേടൻ അവാർഡ് കിട്ടിയപ്പോഴേക്കും എന്തോ കുരു പൊട്ടുന്നതൊക്കെ. സംസ്ഥാന അവാർഡ് കൊടുക്കേണ്ടത് ആരാണെന്ന് സംസ്ഥാന അവാർഡ് കമ്മിറ്റി തീരുമാനിച്ചു. ദേശീയ അവാർഡ് പ്രഖ്യാപിക്കേണ്ടത് അവർ പ്രഖ്യാപിച്ചു. അത് ആർക്കാണ് കൊടുക്കണമെന്നൊക്കെ ഒരു തീരുമാനത്തിൽ അവരെത്തി. ഇതിനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കിട്ടേണ്ടവർക്ക് കിട്ടി, കിട്ടേണ്ടാത്തവർക്ക് കിട്ടിയില്ല. പക്ഷേ ഭ്രമയുഗം എന്ന സിനിമയിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയില്ലെങ്കിൽ അത് നാഷണൽ അവാർഡ് കിട്ടേണ്ടതായിരുന്നു. സംസ്ഥാന അവാർഡ് കിട്ടിയില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെയാണ്. അത്രമേൽ അദ്ദേഹം ഈ പ്രായത്തിൽ അദ്ദേഹം ഭ്രമയുഗം എന്ന സിനിമയിൽ വലിയ പെർഫോമൻസ് കഴിച്ചു. ആ ഫിലിമിന്റെ എല്ലാം മേക്കിംഗ് അടക്കം എല്ലാം. പ്രകാശ് രാജ് പറഞ്ഞൊരു വാക്കുകൂടുണ്ട് അവസാനം. നാഷണൽ അവാർഡ് മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ നാഷണൽ അവാർഡ് മമ്മൂട്ടി അർഹിക്കുന്നില്ല എന്നുള്ളതല്ല, നാഷണൽ അവാർഡ് മമ്മൂട്ടിയെ അർഹിക്കുന്നില്ല. രണ്ടിനും വ്യത്യാസമുണ്ട്. രണ്ട് അർത്ഥങ്ങളാണ്. ചെറിയൊരു വാക്കിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഈ ശ്രീജിത്ത് പണിക്കരെ പോലുള്ളവരൊക്കെ വന്ന് ഈ വേടൻ അവാർഡ് കൊടുത്തതിൽ രാഷ്ട്രീയം ഉണ്ടെന്ന് കണ്ടെത്തുമ്പോൾ ദേശീയ അവാർഡ് കൊടുത്തപ്പോഴത്തേന് അതിനകത്തൊക്കെ രാഷ്ട്രീയം കാണാത്തത് ഈ ശ്രീജിത്ത് പണിക്കറിന്റെയൊക്കെ രാഷ്ട്രീയമല്ലേ?